നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അടുത്തിരിക്കുന്നവരൊക്കെ ഒന്ന് നോക്കിക്കേ, പറഞ്ഞാട്ട്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഞാൻ പ്രകാശിക്കാൻ പോകുക. ഞാൻ പ്രകാശിക്കാൻ പോകുക. ഭാരങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ഒക്കെ വന്ന് എവിടൊക്കെയോ സ്തോത്രം പ്രകാശിക്കാൻ കഴിയാതെ പോയ ജീവിതത്തിന്റെ മണ്ഡലങ്ങളില് ഈ പകൽക്കാലം പറ, ഞാൻ പ്രകാശിക്കും. എന്നിൽ ദൈവം കത്തിച്ച വെളിച്ചം ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ നിങ്ങളുടെ ഉള്ളിനകത്തുള്ള ഫയർ, lit the fire and hallelujah സ്തോത്രം, light to the world. നമ്മളിലുള്ളത് കത്തിക്കാതെ എങ്ങനെയാ വെളിച്ചം കിട്ടുന്നത്? പലതിൻ്റെ അടി മൂടിക്കിടക്കുക. ഒന്ന് തിരിച്ചു കൊണ്ടുവന്നേ. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കുന്ന പ്രാക്ടിക്കലാ. ഒന്ന് തിരിച്ചു കൊണ്ടുവന്നേ. കുഞ്ഞുങ്ങളുടെ വിഷയം അവിടെ ഇരിക്കട്ടെ, രോഗത്തിൻ്റെ വിഷയം അവിടെ ഇരിക്കട്ടെ, നമ്മുടെ ഭാരമുള്ള വിഷയം ഇരിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ ദൈവാത്മാവിൽ പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു വേർഡ് തന്നു. ഇഗ്നൈറ്റ് 25 ആണ് ഇവിടെ നടക്കുന്നത്. ജ്വലിപ്പിക്കുന്ന 25-ൽ കത്തി ജ്വലിക്കുന്ന അനുഭവമാക്കി ഇരുട്ട് മാറിപ്പോകുന്ന, ഇരുട്ടിന്റെ അധികാരങ്ങളെ തകർക്കുന്ന, ഏറ്റെടുത്തോ. നിന്റെ ഭവനത്തിനകത്ത് ഇരുട്ട് വ്യാപരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവിൽ പറയുക, ഒരഭിഷേകവുമായി നീ മടങ്ങിപ്പോയാൽ ശുശ്രൂഷ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു അഭിഷേകത്തിന്റെ ശുശ്രൂഷ ആത്മാവിൽ ഏറ്റെടുത്തോട്ടെ. തലമുറകളെ ഇരുട്ടിന്റെ അധികാരം കൊണ്ടുപോകുവാൻ ഇടയാകരുത്. പരിശുദ്ധാത്മാവ് ഈ മീറ്റിംഗിന്റെ കർത്തൃത്വം ഏറ്റെടുത്തിരിക്കുക. ആരും വെറുതെ ഇരിക്കരുത്. കർത്താവ് ചിലത് ചെയ്യാൻ പോകുക. തീരുമാനങ്ങൾ എടുത്തോ. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാ. ഹല്ലേലൂയ. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാ. ഹല്ലേലൂയ. ഇരുട്ടും തകർച്ചയുമുള്ള ഈ ലോകത്തിൽ കത്തിജ്വലിക്കുന്ന വിളക്കായി പ്രകാശിക്കുവാൻ, കത്തിജ്വലിക്കുന്ന വിളക്ക് പ്രകാശിക്കണമെങ്കിൽ പുറകിലെ നല്ല എണ്ണ വേണം. എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? ഹല്ലേലൂയ. അത് ഇവിടുന്ന് പ്രാപിച്ചോണ്ട് പോണം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. പീപ്പിൾ ആർ സെർച്ചിങ് ഫോർ ഹോപ്പ് ആൻഡ് ലൈറ്റ്. സ്തോത്രം. എന്ത് മനസ്സിലായി? ഞാൻ ഈ ഇടയ്ക്ക് ഇംഗ്ലീഷ് പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെങ്കിലും മനസ്സിലാകണ്ടേ? ഈ നെറ്റിനകത്തൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ അനേകർ വെളിച്ചത്തിന് നോക്കിയിരിക്കുക. ഹല്ലേലൂയ. ഈ ലോകത്തിന് വേണ്ടത് ഹല്ലേലൂയ നമ്മളിൽ കത്തിച്ചിരിക്കുന്ന പ്രകാശമാണ് വേണ്ടിയത്. ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊരു പക്ഷേ എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? ഈ അന്ത്യകാലത്ത് ഞാനിതിവിടെ നിന്ന് പറയുമ്പോൾ പഠിക്കാൻ പോയ തലമുറകളെ ഇരുട്ടിൻ്റെ ശക്തികൾ വശീകരിച്ചുകൊണ്ട് പലതിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ അറിയുന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കലും തിരിച്ചു കിട്ടാത്തതുപോലെ ഹല്ലേലൂയ ദുഷ്ടപിശാച് ഹല്ലേലൂയ വശീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞാട്ടെ, എന്നിലുള്ള വെളിച്ചം, എന്നിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അന്തരധാര ശൈലകരാധ രീവലവരമോ
യേശുവേ നന്ദി പറയുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ. നമ്മുടെ തലമുറകളെ ദുഷ്ടന്റെ പദ്ധതിക്ക് വിട്ടുകൊടുക്കരുത്. നിങ്ങൾ ശോഭിക്കാൻ തയ്യാറായാൽ ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകത്തില്ല. വിശ്വസിക്കുന്നവർ കരങ്ങളുയർത്തി ഹല്ലേലൂയ. ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ ശുശ്രൂഷിക്കുന്ന ലോക വിശ്വാസ കർത്താവേ, അവർ ചാടി എഴുന്നേറ്റങ്ങ് പറയും ഹല്ലേലൂയ. അതവർക്കങ്ങ് വിടുതലാവും. ഇന്ന് പകൽക്കാലം ഒത്തിരി ദൈവവചനങ്ങൾ പറയാനുണ്ട്. ഹല്ലേലൂയ. സമയം പോന്നു. കർത്താവ് പറഞ്ഞു ഹല്ലേലൂയ, ദൈവം ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന്. ഗോഡ് ഈസ് ലൈറ്റ്. ഞാനത് ചുരുക്കമായിട്ട് ദൈവവചനത്തിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ട് നമുക്ക് ആരാധിക്കാനുള്ള സമയമെടുക്കാം. എനിക്കറിയാം ഇപ്പോൾ ആരാധിക്കാൻ പോയാൽ ദൈവവചനം പറയാൻ പറ്റത്തില്ല. ഈ ലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സിമ്പൽ എന്ന് പറഞ്ഞാൽ പ്യൂരിറ്റി ആൻഡ് ഹോളിനെസ്. സ്പിരിച്വലി പറഞ്ഞാൽ അതാണ്. അതിനകത്ത് ഒട്ടും ഇരുട്ടില്ല. 1 യോഹന്നാൻ 1:5 എടുക്കണ്ട. അവിടെ പറഞ്ഞിരിക്കുന്നത് സ്തോത്രം, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഒട്ടും ഇരുട്ടില്ല. ഒട്ടും ഇരുട്ടില്ല. നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് ഒട്ടും ഇരുട്ടില്ല. ഇരുട്ട് വന്നാൽ പ്രകാശിക്കത്തില്ല. എന്നാൽ പ്രകാശം വന്നാൽ ഇരുട്ടിന് നിൽക്കാൻ പറ്റത്തില്ല. എത്ര പേരെ പ്രകാശത്തെ കെടുത്തിക്കളഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്കു പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നില്ല. അവൻ നടക്കുന്നത് പോലെ വെളിച്ചത്തിൽ നടക്കണം. വാക്ക് ഇൻ ദ ലൈറ്റ്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. എന്നിട്ട് അതേ സ്റ്റാൻഡേർഡിൽ നിന്നുകൊണ്ട് നമ്മളോട് പറയുക, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന്. ആരുടെ റേഞ്ചിലാണ് നമ്മളെ നിർത്തിയിരിക്കുന്നത്? ദൈവം പറയുന്നു വെളിച്ചമാണ്, യേശു പറയുന്നു വെളിച്ചമാണ്. ബിലീവേഴ്സ് ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഇത് പറയുമ്പം തന്നെ അങ്ങ് പ്രകാശിച്ചോണം, കത്തിക്കോണം കേട്ടോ. ഇവിടെ നിന്ന് കത്തിക്കണമെന്ന് അല്ലെങ്കിൽ അത് പറയണമെന്ന് ആഗ്രഹമുണ്ട്. എങ്കിലും സ്തോത്രം, ഇരുട്ടില്ലാത്ത അവസ്ഥയാണ്, ഇരുട്ടില്ലാത്ത അന്ധതയില്ലാത്ത ഒരവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് അതിന് ശേഷമായിട്ട് പറഞ്ഞിരിക്കുക, ലൈറ്റ് ഈസ് ഗുഡ് എന്ന് വെച്ചാൽ സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. എല്ലാവരും പറഞ്ഞാട്ടെ, സകല സൽഗുണവും നീതിയും സത്യവും. എന്താ വെളിച്ചം പ്രകാശിക്കാതിക്കെ ഇരിക്കുന്നത്? വെളിച്ചം പ്രകാശിച്ച ഒരന്ധകാരവും നമ്മുടെ ഭവനത്തിൽ നിൽക്കത്തില്ല. ഹല്ലേലൂയ. ഒരന്ധകാരം നിൽക്കത്തില്ല. ഹല്ലേലൂയ. ഒന്നും നമ്മളെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു, ഇവിടെ കടന്നു വന്ന ഇത്രയും ജനം ഹല്ലേലൂയ വലിയ പ്രകാശം ലോകത്തിന് കൊടുത്താൽ, മുമ്പേ നമ്മൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാ. പറഞ്ഞാട്ട്, കർത്താവിൽ ഞാൻ വെളിച്ചമാ. ദുഷ്ടപിശാച ഇരുട്ടെന്നെ മൂടിക്കളയല്ല. ഇരുട്ടിന്റെ പ്രവൃത്തികൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. വെളിച്ചം ഒന്ന് പ്രകാശിക്കട്ടെ. ഒന്ന് കത്താൻ ഏൽപ്പിച്ചു കൊടുക്ക്. നിന്നിലുള്ള പരിശുദ്ധാത്മാവിന്റെ തീ ഒന്ന് കത്തിക്കോട്ടെ. ഇഗ്നൈറ്റ് യുവർ ഫെയ്ത്ത്. ഹല്ലേലൂയ. കത്തി ജ്വലിക്കുന്ന നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ. നിന്റെ ആരാധനയിൽ കത്തട്ടെ. ചടങ്ങുകളെല്ലാം മാറിപ്പോട്ടെ. പരിശുദ്ധാത്മാവ് സഭകളെ, ദൈവജനത്തെ നിയന്ത്രിക്കട്ടെ. പരിശുദ്ധാത്മാവ് എല്ലാവരെയും നടത്തട്ടെ. ഒരു ഡബിൾ അനോയിന്റിംഗ് ഈ ഹോളിനകത്ത് വ്യാപരിക്കട്ടെ. പുറകിലിരിക്കുന്നവരെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നാട്ടെ. ഇവിടെ നടക്കുന്ന ഈ മുമ്പിൽ മാത്രമല്ല, എല്ലായിടത്തും ഹോളിനകത്തും പുറത്തും ഇവിടെ ഇരിക്കുന്ന ഒരുപോലെ
പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇന്ന് തരാൻ പോകുക. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് പറഞ്ഞ കർത്താവ്, ഞാൻ ഇനി പറയാൻ പോകുന്ന വേഗത്തിൽ പറയുക. എന്താ ഈ വാട്ട് ഈസ് എ പർപ്പസ് ഓഫ് ലൈറ്റ്? ഹല്ലേലൂയ. അതൊന്ന് വായിച്ചേക്കണേ. ഉൽപ്പത്തി പുസ്തകം വരുമ്പോൾ ആദ്യത്തെ കൽപ്പന പറയുക, ലെറ്റ് ദെയർ ബി ലൈറ്റ്. വെളിച്ചം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. 1:3-14-15 ഒന്ന് വായിച്ചു. ഇവിടെ മൈക്കിൽ കൂടെ വായിക്കുന്നുണ്ട്, എളുപ്പം വായിച്ചാട്ടെ. ഹല്ലേലൂയ. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഇരുളും വെളിച്ചവും തമ്മിൽ വേർതിരിച്ചു. 1:3-14 സ്തോത്രം. പകലും രാവും തമ്മിൽ വേർപിരിയുവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളാം കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാനും ഉതകട്ടെ. അടുത്ത വാക്യം. ഭൂമിയെ പ്രകാശിപ്പിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. 16. പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവുമായി 2 വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി നക്ഷത്രങ്ങളെയും ഉണ്ടാക്കി. അടുത്തത്. ഭൂമിയെ പ്രകാശിപ്പിക്കാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർപിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി. നല്ലതെന്ന് ദൈവം കണ്ടു. ഹല്ലേലൂയ. എന്തുവാ കണ്ടത്? എന്തുവാ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം? എന്തുവാ? ഇരുളും വെളിച്ചവും തമ്മിൽ ആദ്യമേ തന്നെ വേർതിരിച്ചു. നമുക്ക് ഇരുട്ടിനോട് ഒരു കൂട്ടായ്മയുമില്ല, പക്ഷെ ഇന്ന് പലരും ഇരുട്ടിലാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഉള്ള ഇരുട്ടിലാണെങ്കിൽ ദൈവം സഹിക്കുമായിരുന്നു. അതിനുശേഷമുള്ള ഇരുട്ട് വ്യാപരിച്ച അനുഭവങ്ങൾ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നാം തിരിച്ചറിയണം. 3 കാര്യമാണ് അവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1, ദൈവജനത്തിനൊരു വേർപാട് വേണം. ദൈവജനത്തിനൊരു വേർപാട് വേണം. ദൈവം ആദ്യം കൽപ്പിച്ചത് ഇരുളിനെ വേർതിരിച്ചുകൊണ്ട് വെളിച്ചത്തെ ഉണ്ടാക്കുക ചെയ്തത്. എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്? ഹല്ലേലൂയ, സ്തോത്രം. അടുത്തത് ഭൂമിയെ പ്രകാശിപ്പിക്കാനാണ്. ഹല്ലേലൂയ. വലിയ വെളിച്ചം, സൂര്യനെയും ചന്ദ്രനെയും വലിയ നക്ഷത്രങ്ങളെയൊക്കെ ഉണ്ടാക്കിയത് ഭൂമിയെ പ്രകാശിപ്പിക്കാനാ. എത്ര പേര് മനസ്സിലാക്കി? ആകാശവിധാനത്തിൽ ദൈവം അവിടെ. അടുത്തത് പറയുകയാണ്, പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചം. ഒരു വാഴ്ച, ഒരു അധികാരം, ഒരു പവർ ഓഫ് ഡൊമീനിയൻ വെളിച്ചത്തിനുണ്ട്. ഇന്ന് പകൽക്കാലം അത് തിരിച്ചറിയണം. ഹല്ലേലൂയ. ഒരു വലിയ അധികാരം വെളിച്ചമുള്ളവർക്ക് ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വേർപാട് അനുഷ്ഠിച്ച് ഇരുളിനോട് കൂട്ടായ്മയില്ലാതെ നിന്നാൽ നിന്റെ പ്രകാശം കത്തിക്കൊണ്ടിരിക്കും. കൂടാതെ നിന്റെ മേലൊരു അഭിഷേകവും അധികാരവും ഹല്ലേലൂയ വാഴുവാനുള്ളത് ദൈവം തരുമെന്ന് പരിശുദ്ധാത്മാവിൽ ഈ പകൽക്കാലം ഞാൻ തൂതു പറയുക. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഒന്ന് വാഴാനായിട്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ. ഹല്ലേലൂയ. Give light to the world to govern day and night. ഹല്ലേലൂയ. എന്തിനാണെന്നറിയാമോ? വെളിച്ചം പ്രകാശിക്കുവാനുള്ളതാ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്നത് ആകാശവിധാനത്തിൽ ദൈവം അവയെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് വാഴുവാനാണ്. സ്തോത്രം. ഇരുളിനോട് പറയാൻ പറ്റുമോ ഞാൻ പ്രകാശമാണ്, ഞാൻ വാഴുകയാണ്? പറയാൻ പറ്റുമോ എന്നിൽ പ്രകാശമുണ്ട്,
ഇനി നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വേഗം വരുക. ഞാൻ ഇതിനകത്തു നിന്നൊക്കെ ഒത്തിരി പോവുക. ഹാലേ സ്തോത്രം. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. ഈ ഹാലേ സ്തോത്രം സെർമൺ ഓൺ ദ മൗണ്ട് 5, 6, 7 ഭയങ്കരമായിട്ട് നമ്മൾ വായിച്ച് പഠിച്ച് അനുസരിക്കേണ്ട കാര്യങ്ങളാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ബിലീവേഴ്സിൻ്റെ റിവാർഡാണ് 5-ാം അധ്യായത്തിൽ പറയുന്നത്. 9 റിവാർഡാണ് പറയുന്നത്. 9 റിവാർഡ്. 100-ൽ പരം ഹല്ലേലൂയ സ്തോത്രം അഡ്വൈസസ് നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മലമേലിരിക്കുന്ന പട്ടണം, ഹല്ലേലൂയ, സിറ്റി, ഹല്ലേലൂയ, ഓൺ എ വാൾ. ഇതുപോലെ ദൈവം വെച്ചിരിക്കുന്നത്. എന്തു മനസ്സിലായി? മുളക്കഴ ഈ പ്രസ്ഥാനം ഒരു മലയിൽ ഇരിക്കുന്നതാണ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കയറി കണ്ടത്. ഹല്ലേലൂയ. ഇതിനകത്ത് ഉള്ള കേരളത്തിലെ മുഴുവൻ ജനവും ഈ ഹില്ലിൻ്റെ മുകളിൽ നിൽക്കുന്ന പ്രസ്ഥാനം പോലെ പ്രകാശിക്കണം, പ്രകാശിക്കണം. അത് മറഞ്ഞിരിപ്പാൻ പാടില്ല എന്ന് യേശു പറഞ്ഞേക്കുക. Our purpose is to reflect Christ light, pointing to others to him. അതായത് യേശുവിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു വലിയ വിളക്കായി ഒരു മലമേൽ നിങ്ങളായിരിക്കുന്ന പട്ടണത്തിൽ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് പറഞ്ഞാട്ടെ, എന്നോടൊപ്പം പറ, ഞാൻ പ്രകാശിക്കാൻ പോകുക. അവിടെ വാഴുന്ന ആരും ആയിക്കോട്ടെ, ഞാൻ പ്രകാശിച്ചാൽ, ഞാൻ പ്രകാശം കൊടുത്താൽ, ഞാനൊരു വേർപാട് പാലിച്ചാൽ, ഹല്ലേലൂയ, വിസിബിലിറ്റി വേണം, വിസിബിലിറ്റി. കർത്താവിൻ്റെ ദാസി പറഞ്ഞല്ലോ, നല്ല പ്രവർത്തികളെ കണ്ടറിയണം. നമ്മുടെ ഈ സുവിശേഷം പ്രസംഗവും വലിയ കോൺഫറൻസും എല്ലാം കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ജനം രക്ഷിക്കപ്പെടുന്നതിനെക്കാട്ടിലും ഇവിടെ പറഞ്ഞിരിക്കുന്ന നിൻ്റെ നല്ല പ്രവർത്തികളെ, പ്രകാശം ഉണ്ടെങ്കിൽ ഇരുട്ട് വരത്തില്ല. സകല സൽഗുണവും കാണും, നീതിയും കാണും, സത്യവും കാണും, ഹോളിനെസ്സും കാണും, പ്യൂരിറ്റിയും കാണും, എല്ലാം കാണും. സ്തോത്രം. നാം എവിടെയൊക്കെ ലോകത്തിലായിരിക്കുന്നു അവിടെയൊക്കെ റിഫ്ലക്റ്റ് ചെയ്യണം. എത്ര പേർക്ക് പറയാൻ പറ്റും, ഞാൻ പ്രകാശിക്കാൻ പോകുക? ഹല്ലേലൂയ. ലോകത്തിന് ഹല്ലേലൂയ വെളിച്ചം കാണാൻ വേറെ ആരെയുമല്ല കണ്ടേക്കുന്നത്, നമ്മളെയാ കണ്ടേക്കുന്നത്. ഇന്ന് പകൽക്കാലം പറ, എന്നെ കണ്ടിരിക്കുക, എൻ്റെ ദേശത്ത് ഞാനൊരു വെളിച്ചമായി കണ്ടിരിക്കുക. എൻ്റെ സഭയിൽ ഹല്ലേലൂയ ആത്മാക്കൾ കൂട്ടത്തോടെ കടന്നു വരുവാൻ ഞാൻ ലോകത്തിലേക്ക് ഇറങ്ങി ഇരുട്ടിക്കിടക്കുന്ന ജനത്തെ ഹല്ലേലൂയ ദൈവകൃപയിലേക്ക് നടത്തുന്ന ഒരു അഭിഷേകത്തിൻ്റെ പുതപ്പ് ഇന്ന് പകൽക്കാലം ഈ ഹോളിനകത്ത് വിട്ടുപോകുന്നതിന് മുമ്പേ എൻ്റെ മേൽ പകരണമെന്ന് എത്ര പേർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും? അങ്ങനെയുള്ളവർ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നമ്മെ കൊണ്ട് വേണം ലോകത്തിന്റെ ഇരുട്ട് മാറ്റാൻ. വിളക്ക് കത്തിച്ചാരും പറയിൽ കീഴിൽ കൊണ്ടുവരുന്നില്ല. 2 മർമ്മങ്ങൾ അവിടെ പറയുന്നു. 1, പുറത്ത് പ്രകാശിക്കണം. 2, വീട്ടിലുള്ളവർക്ക് പ്രകാശം കൊടുക്കണം. വീട്ടിലുള്ളവർ അന്ധകാരത്തിൽ കിടക്കുവാണോ? ഹല്ലേലൂയ ആണോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ഭാഗം ഒന്ന് വായിച്ചേ. മത്തായിയുടെ സുവിശേഷത്തിനകത്തെ ഒറ്റ വാക്ക് ഞാൻ തന്നെ വായിക്കാം. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല തണ്ടിന്മേലത്രേ വെക്കുന്നത്, അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവർക്കും പ്രകാശിക്കുന്നു. എനിക്കറിയാം, ഒറ്റയ്ക്ക് വിശ്വാസം വന്നവർ ഒത്തിരി പേരുണ്ട്. ഭവനത്തിൽ നിന്ന് അപ്പനും അമ്മയും വരാത്തവരുണ്ട്. ഈ ഗ്രൂപ്പിൽ തന്നെ ആരെങ്കിലും ഈ വെളിച്ചത്തിലേക്ക് വരാത്തവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് വെളിച്ചവുമായി പോകുവാൻ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ഹല്ലേലൂയ. നീ ഇരുട്ടിൽ പോയി അന്ധകാരത്തിൽ നിത്യ നരകത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ഹല്ലേലൂയ ഇവിടെ നടക്കുന്ന ഈ ശുശ്രൂഷയെ കൂടെ യേശുവിന്റെ സുവിശേഷം വിളിച്ചു പറയുക. ഹല്ലേലൂയ. സത്യ വെളിച്ചമായി വന്ന യേശു കാൽവറി ക്രൂശില് നമുക്ക് വേണ്ടി യാഗമായി അവസാനത്തുള്ളി രക്തം വരെ തന്ന് നമ്മളെ വീണ്ടെടുത്ത് നിത്യത തരാൻ, നിത്യതയിൽ പോകാൻ ഒരുക്കമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം സമർപ്പിച്ചാട്ട്. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, ഒന്ന് ഒരുങ്ങാനുള്ള സമയമാണിത്. ഒന്ന് ഒരുങ്ങിക്കാട്ട്.
ഈയാൻപാറ്റ വീഴുന്നത് പോലെ ജനം മരിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഹല്ലേലൂയ അനേകരും മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവം തരുന്ന ആയുസ് സമർപ്പിച്ചാട്ടെ. ദൈവം തരുന്ന ആരോഗ്യം, ദൈവം തരുന്ന സമയം എൻ്റെ യേശുവിന് വേണ്ടി കത്തി ജ്വലിക്കുവാൻ, ഒന്ന് പ്രകാശിക്കുവാൻ. അന്തരദൈവര വരവ ശബലക രീവൽ പ്രൗഢകരകതക. ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്ന ഒന്ന്, വീട്ടിലുള്ളവർക്ക് പ്രകാശം. രണ്ട്, ഹല്ലേലൂയ, മലമേൽ നിൽക്കുന്ന പുറത്ത് സ്തോത്രം. ഇത് രണ്ടും ഞാൻ ചെയ്യാൻ പോവുകയാണ്. തീരുമാനമെടുത്തു. ഒത്തിരി ദൈവവചനങ്ങളുണ്ട് എൻ്റെ കയ്യിൽ എനിക്ക് പറയാൻ. പക്ഷേ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ട് തീരുമാനമെടുപ്പിക്കാൻ പറയുക. തീരുമാനമെടുക്കാൻ പരിശുദ്ധാത്മാവ് ആലോചന പറയുക. ഹല്ലേലൂയ, സ്തോത്രം. Let your light shine. Let your good works be seen. നമ്മുടെ നല്ല പ്രവൃത്തി കണ്ടറിഞ്ഞിട്ട് നാം ഒരു പ്രകാശമാണെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള ഒരു അവകാശം ഉണ്ടെന്നും, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിൽ ഒരു അവകാശമുണ്ട്. അത് പ്രാപിച്ചെടുത്തേ. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വെടിവെച്ച സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞിട്ട് വാ തുറക്കാതിരിക്കുന്നവരുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി വായടച്ചിരിക്കും. നിങ്ങൾ പിന്നെയും പറയും എനിക്ക് വിടുതലില്ല. ഇന്ന് പകൽക്കാലം യേശു നമ്മുടെ മധ്യേ ഉണ്ട്. ദൈവത്തിന്റെ വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ വിഷയങ്ങളെ എത്ര പ്രാലിൽ കാഠിന്യമേറിയ വിഷയമായാലും ഇരുട്ടിന്റെ ശക്തിയാണ് നമ്മളെ ഒതുക്കി കളയുന്നത്. ശുശ്രൂഷയിൽ നിൽക്കുന്ന സഹോദരിമാരെ ഇന്നലത്തെക്കാൾ ഉപരിയായി ശുശ്രൂഷിപ്പാൻ ഒരു ഡബിൾ അനോയിന്റിംഗ് ചോദിച്ചാട്ടെ. ഓ റികലോ 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 രീവല വരവ ശബലവ. നന്ദി കർത്താവേ. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം. നാം വെളിച്ചത്തിന്റെ മക്കള്. നാം വെളിച്ചത്തിന്റെ മക്കള്. നാം ഇരുളിനുള്ളവരല്ല. ഹല്ലേലൂയ. ദിഖരവ രവലോ രഗദോ രീവല വരവ ശബലക രീവൽ പ്രൗഢക. ഹല്ലേലൂയ. 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 അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് എ പ്രൈം എയിം, സുപ്രീം എയിം. എന്തിനാ നമ്മൾ പ്രകാശിക്കുന്നത്? ഹല്ലേലൂയ. ടു ഗ്ലോറിഫൈ ഗോഡ്. എന്തോ പറഞ്ഞേ? ദൈവനാമം അല്ലാത്തതൊന്നും വേണ്ട. ഞാൻ ഇന്ന് എല്ലാം ഈ മീറ്റിൽ നിൽക്കുന്ന എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. എത്രയോ ദിവസങ്ങളായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവനാമം മഹത്വപ്പെടണം. നമ്മൾ മലമേൽ നിൽക്കുന്ന പട്ടണം പോലെ പ്രകാശിച്ചാൽ, നാം ലോകത്തിന്റെ വെളിച്ചമായാൽ ദൈവനാമം മഹത്വപ്പെടും. നാം ലോകത്തിന് ഇരുട്ട് മാറ്റിയാൽ ദൈവനാമം മഹത്വപ്പെടും. വീട്ടിൽ നമ്മുടെ പ്രകാശം വന്നാൽ ദൈവത്തെ മഹത്വപ്പെട്ടിട്ട് പറയും, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ദൈവത്തെ സേവിക്കും. എല്ലാരും പറഞ്ഞാട്ടെ, ഞാനും എൻ്റെ കുടുംബവും. കുടുംബത്തിനകത്ത് അസ്വസ്ഥതകളിട്ട് തലമുറകളുടെ ജീവിതത്തിന്റെ ആ ഭാരമേറിയ വിഷയങ്ങളുമായിട്ടിരിക്കുന്ന സഹോദരിമാരെ,
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വെളിച്ചം പ്രകാശിക്കണേ, നാം എന്ത് ചെയ്യണമെന്നുള്ളതും കൂടെ പറയാൻ പോവാ. ഒന്നാമത്തെ കാര്യം, എഫേസ്യർ 5-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായം. ഹല്ലേലൂയ. വേഗത്തിൽ വായിച്ചോ. അതുകൊണ്ട് ഹല്ലേലൂയ, വായിച്ചോ. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മനുഷ്യരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. ഹലോ, ഇപ്പോൾ ഉറങ്ങേണ്ട സമയമായി. സ്തോത്രം. ഞാനിങ്ങനെ ഇവിടെ നിന്ന് ചിന്തിക്കുമായിരുന്നു, നല്ല ഭക്ഷണമെല്ലാം കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റ് പോകുമ്പോൾ എന്തിനാണ് ഈ കല്യാണക്കാരൊരു ഐസ്ക്രീമോ പായസമോ തരുന്നത്? അതാണ് ഞാനിപ്പോൾ ഇവിടെ തന്നോണ്ട്, നല്ല മധുരത്തോടെ മടങ്ങിപ്പോകാൻ. സ്തോത്രം ഇല്ലേ? നല്ല സന്തോഷമുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. ബേറിലിരിക്കുമ്പോൾ ഇങ്ങനെ സഭയുള്ളതുകൊണ്ട് ഒരു എന്തോ ഒരു ഇതിലിരിക്കുക. ഇങ്ങോട്ട് വരുമ്പം ഇല്ല സൗദികൾ ബഹ്റിനി വന്ന പോലെ എനിക്ക് നിങ്ങളെല്ലാം കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നി. ഇവിടെ പറയുക, അതുകൊണ്ട് ഉറങ്ങുന്നവരെ ഉണരണം. സിയോനെ നീ ഉണരുക, ഉണർന്ന് എഴുന്നേക്ക. ക്രിസ്തു പ്രകാശിക്കാൻ കാത്തു നിൽക്കുക. ഒക്ടോബർ 1-ാം തീയതി 2025 യേശു നമ്മുടെ മധ്യേ. ഓരോ സഹോദരിമാര്, ഹലോ, ഉറങ്ങുന്നവരെ, എന്നിട്ടും ഉറങ്ങുന്നവരുണ്ട്. ഹല്ലേലൂയ. ഒന്ന് ഉണർന്നേ, നമ്മുടെ വിഷയത്തിനകത്തുനിന്ന് എഴുന്നേറ്റേ. ദൈവസഭയ്ക്ക് ഹല്ലേലൂയ 100 സഭകള്, 1000 സഭകള്, ഹല്ലേലൂയ ലക്ഷക്കണക്കിന് ആത്മാക്കൾ വിടുവിക്കപ്പെടുവാൻ ഈ സഹോദരിമാരെ. ഞാൻ അവിടെ നിന്നുകൊണ്ടൊരു കാര്യം പറയുക. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, സഹോദരിമാരെ ശുശ്രൂഷിക്കാൻ ഇച്ചിരി തടസ്സമുണ്ടെന്ന്. 8 വർഷം ഞാൻ പഠിച്ച് തീസിസ് എഴുതിയത് ആ പ്രബന്ധമാണ്. ഞാൻ കർത്താവിൻ്റെ ദാസനൊരു കോപ്പി തരാം. എന്ന് വെച്ചാൽ എൻ്റെ യേശുവിന് ശമരിയ പട്ടണം സുവിശേഷീകരിക്കണ ഒരു സ്ത്രീയുടെ പേര് പോലും ഇല്ലാത്ത ഒരു സ്ത്രീ വേണമായിരുന്നു. ഹല്ലേലൂയ. യേശുവിനെ മാത്രം പറയാം. സ്തോത്രം. ഞാൻ എടുത്ത സബ്ജക്റ്റ് എന്താണെന്നറിയാമോ? എംപവറിങ് വോയിസസ് ഓഫ് വുമൺ. ഹല്ലേലൂയ. ചലഞ്ചസ് ആൻഡ് കോൺട്രിബ്യൂട്ടിങ് they are facing in Kerala context. In Kerala context. ഞാൻ നോർത്ത് ഇന്ത്യയിലോ അല്ല, ഞാൻ SIBC പഠിച്ചെങ്കിലും ഞാൻ അവിടുത്തെ കോണ്ടക്സ്റ്റ് അല്ല, ബഹ്റിനിലെ കോണ്ടക്സ്റ്റ് അല്ല, ഞാൻ അമേരിക്കയിലെ കോണ്ടക്സ്റ്റ് അല്ല, കേരള കോണ്ടക്സ്റ്റ്. യേശുവിനെ സുവിശേഷീകരിപ്പാൻ കല്ലറയ്ക്കകത്ത് കരഞ്ഞും കൊണ്ട് അതിൻ്റെ അടുത്ത് നിന്ന ഒരു മഗ്ദലക്കാരത്തി മറിയോട്, സ്ത്രീയെ നീ കരയുന്നത് എന്താന്ന് ചോദിച്ച്, ഹല്ലേലൂയ, പിതാവിൻ്റെ അടുത്ത് പോകുന്നതിന് മുമ്പേ, പിതാവിൻ്റെ അടുത്ത് പോകുന്നതിന് മുൻപേ എൻ്റെ സഹോദരന്മാരോട് പറയുവാൻ ഫസ്റ്റ് വുമൺ മിഷനറിയായി ഒരു സഹോദരിയെ ദൈവം തെരഞ്ഞെടുത്തെങ്കിൽ കർത്താവിൻ്റെ ദാസൻ സഹോദരിമാരെ ഇത്രമാത്രം സ്നേഹിക്കുന്നുള്ളത് ഇന്നിവിടെ വന്നു കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി. ഹെൽനാറജി എത്ര ഭാഗ്യമുള്ളതാ. എൻ്റെ പ്രിയപ്പെട്ടവനും ഹല്ലേലൂയ ഇപ്പോഴവിടെ ഫാസ്റ്റിങ്ങിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. ലോകത്തിൻ്റെ എവിടെ വിട്ടാലും ഹല്ലേലൂയ സ്തോത്രം, ദൈവം അവിടെ ഇരുന്ന് പ്രാർത്ഥിപ്പാനും എൻ്റെ കൂടെ വരുവാനും എനിക്ക് കഴിഞ്ഞ 40 വർഷം ഞങ്ങളുടെ കുടുംബജീവിതം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം നമ്മൾ ഉണർന്നെഴുന്നേൽക്കണം. രണ്ടാമത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഫിലിപ്പ് ലേഖനത്തിനകത്ത് കിടപ്പുണ്ട്. അത് മുഴുവനായിട്ട് പറയാൻ ഞാൻ സമയമെടുക്കുന്നില്ല. ആരെങ്കിലും പെട്ടെന്ന് എടുക്കുന്നവരൊന്ന് വായിച്ച് സഹായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഫിലിപ്പ് ലേഖനം 14, 15, 16 വേഗത്തിൽ വായിച്ചാട്ട്. ഫിലിപ്പ് ലേഖനം. ഹല്ലേലൂയ സ്തോത്രം. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും
ദൈവത്തിന് നിഷ്കളങ്ക മക്കളുമായി തീരേണ്ടതിന് ഹല്ലേലൂയ എല്ലാ പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യണം. കർത്താവിന്റെ വേലയിൽ ശോഭിക്കണമെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കണേ. നോട്ട് കംപ്ലൈനിങ്, നോട്ട് മർമറിങ്, ആർഗ്യൂയിങ്, നോട്ട് ആർഗ്യൂയിങ്. ഇതാ ഇന്നത്തെ വേലയ്ക്ക് തടസ്സം. ഇതാ തടസ്സം. ഹല്ലേലൂയ. ഇതെല്ലാം വിട്ട് കളഞ്ഞാൽ അടുത്തായിട്ടൊന്ന് വായിച്ചോ മോളെ. ആരാ വായിക്കുന്നേ? കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും പറഞ്ഞാട്ടെ. ഞാൻ പിറുപിറുപ്പ് മാറ്റിയാൽ എന്നെ പ്രകാശിക്കും. ഹല്ലേലൂയ. എല്ലാ വാദവും പറഞ്ഞാട്ടെ. എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. അവരുടെ ഇടയിൽ ഇനിയുമാണ് പറയേണ്ടത്. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവരും ശ്രദ്ധിക്കണേ. നിഷ്കളങ്ക മക്കളാകണം. വെളിച്ചത്തിന്റെ മക്കളെന്നൊക്കെയുള്ള ഒത്തിരി തെസ്സലോനിക്ക ലേഖനം, ഒത്തിരി വചനമാണ്. യോഹന്നാൻ തന്നെ 24 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വെളിച്ചെന്ന്. യോഹന്നാന്റെ സുവിശേഷത്തില് 24 പ്രാവശ്യം വെളിച്ചത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുകയാണ്, അവരുടെ ഇടയില് നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്. ഹല്ലേലൂയ. ഒന്നാമത് നമ്മുടെ കംപ്ലൈനിങ് മാറ്റണം, നമ്മുടെ ആർഗ്യം മാറ്റണം, നമ്മുടെ ഡിവിഷൻ മാറ്റണം, നമ്മുടെ ആത്മീയതയല്ലാത്തത് മാറ്റണം. ഇരുട്ടാണ് ഇതെല്ലാം കൊണ്ടുവരുന്നത്. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളെ ശാസിക്കാൻ എത്ര പേർക്ക് അഭിഷേകം വേണം? അതൊരു അഭിഷേകമാ. നമ്മൾ എന്ന് പറഞ്ഞാൽ പോത്തില്ല. അത് അവയവങ്ങളിൽ പോരാടുന്ന പോക ഇച്ഛയാണ്. നീ അതിനെ കീഴടക്കിയേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്തിന് നിഷ്കളങ്ക മക്കളാവും. അടുത്തത്, ജീവന്റെ വചനം പ്രമാണിക്കണം. കേൾക്കാനല്ല വന്നത്, ജീവന്റെ വചനം പ്രമാണിക്കണം. പറഞ്ഞാട്ടെ, എല്ലാവരും വാതുറന്ന് പറഞ്ഞാട്ടെ. നമ്മുടെ കാലിൽ ഇവിടെ ക്ലോസിംഗിലേക്ക് വരുകയാ. ഹല്ലേലൂയ. ലോകത്തിൽ ജ്യോതിസിനെ പോലെ ലോകത്തിലെ ജ്യോതിസ് അവിടെ ചെന്നാലും വലിയ ജ്യോതിസിന്റെ മുമ്പിലായിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ, ലോകത്തിൽ ജ്യോതിസിനെ പോലെ പ്രകാശിക്കുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, 11-ാം അധ്യായം. അത് മുഴുവൻ വായിപ്പിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല. വെളിച്ചം പ്രകാശിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? നമ്മൾ ഉറങ്ങുന്നവരിൽ നിന്ന് എഴുന്നേറ്റാൽ ക്രിസ്തു പ്രകാശിക്കും. രണ്ടാമത്, നമ്മുടെ ജീവിതത്തിൻ്റെ സകല അനുഭവങ്ങളെയും മാറ്റിയിട്ട് ഈ ജീവന്റെ വചനം പ്രമാണിച്ചാൽ ലോകത്തിൽ ജ്യോതിസിനെ പോലെ ആകും. ലൂക്കോസിന്റെ സുവിശേഷം പറഞ്ഞിരിക്കുന്നത്, നാം വെളിച്ചം എങ്ങനാ? ഇരുട്ട് ഒട്ടും ശരീരത്തിന്റെ വിളക്ക് കണ്ണ് കേടുള്ളതാണെങ്കിൽ നാം ശരീരം മുഴുവൻ ഇരുട്ടായി പോകും. സഹോദരിമാരെ, അവിടെ നിന്നുകൊണ്ടെന്ന് പറയാനുണ്ട്, ഇവിടെ കാണുന്ന ഈ കടയിൽ കാണുന്ന തൂക്കിയിട്ടിരിക്കുന്ന സകലതും ദൈവമക്കൾക്കുള്ളതല്ല. അവിടെ കിട്ടുന്നതിനകത്തുനിന്ന് ആത്മാവിൽ പോയി തിരഞ്ഞെടുക്കണം. ഫേസ്ബുക്കിനകത്ത് ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരു ഭാഷ കണ്ടു, അത് ഞാൻ അങ്ങ് ഇടാൻ പോകുക, എന്റെ കുഞ്ഞിനും അത് വായിക്കാൻ പോകുക. നോ. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും. ശരീരം മുഴുവൻ ഒട്ടും ഇരുട്ട് ഒട്ടും അംശമില്ലാതിരുന്നാൽ മുഴുവൻ പ്രകാശമായി തീരും. പ്രകാശം എവിടെ നിന്ന് കിട്ടും? നമുക്ക് തന്ന 2 വലിയ പവർഫുൾ ലൈറ്റ്. അത് കാണേണ്ടതേ കാണാവോ? ഫേസ്ബുക്കിൽ വരുന്നതും ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതിനകത്തും ഇങ്ങനെ ഇരിക്കാൻ അല്ലേ? ഹല്ലേലൂയ. എത്ര പേര് ഏറ്റെടുക്കുന്നുണ്ട്? എൻ്റെ പൊന്നു സഹോദരിമാരെ,
ഒരമ്മയുടെ ഉദരത്തിൽ പറഞ്ഞ സഹോദരിമാരെ പോലെ ഞാൻ പറയുക, നമ്മുടെ തലമുറകൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കരുത്. നിർബന്ധം പിടിപ്പിച്ചാലും വാങ്ങിച്ചു കൊടുക്കരുത്. ഹല്ലേലൂയ. അതിൽ കൂടെ പിശാച് മറ്റുള്ളവരെ വശീകരിപ്പാൻ തക്കവണ്ണം സഹോദരിമാരുടെ ഡ്രസ് ഹല്ലേലൂയ സ്തോത്രം യോഗ്യമായതായി തീരണം. അവിടെ കൊണ്ട് ഞാൻ വിടുകയാ. സ്തോത്രം. ഇനിയും പറയാൻ ഞാൻ സമയമെടുക്കുന്നില്ല. 5 കാര്യമാണ് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ചുരുക്കമായെടുത്ത്. കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ നാം പ്രതിബിംബിക്കും. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ട്. ഞാനിവിടെ നിർത്തുകയാണ്. സ്തോത്രം. ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഒരു ഫ്യൂ മിനിറ്റ്സ് എടുക്കുക. പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരും കണ്ണുകളടച്ചാട്ട് പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ തേജസ്സിനെ ആരും എഴുന്നേറ്റ് പോകാനല്ല, ഇതാണ് നിങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കാൻ പോകുന്ന സമയം. എല്ലാവരും സമർപ്പിച്ചാട്ട്. മറിയയ്ക്ക് അത്രയും വലിയ ദൂത് ജീവിതത്തിൽ ഏറ്റെടുക്കാൻ ഒറ്റ വാക്കുമതിയായിരുന്നു. എല്ലാവരും പറഞ്ഞാട്ട്. എല്ലാവരും ബൈബിളൊക്കെ പിന്നെ വയ്ക്കാം. നിങ്ങൾക്ക് നല്ല ആഹാരമുണ്ട്, നിങ്ങൾക്ക് വണ്ടിയുണ്ട്, എല്ലാം കർത്താവ് ശരിയാക്കി തരും. എന്നാൽ ഈ പകൽക്കാലം കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും അവൻ്റെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് ജീവൻ്റെ വചനം പ്രമാണിച്ച് ലോകത്തിൽ ജ്യോതിസിനെ പോലെ പ്രകാശിക്കുവാൻ എത്ര പേർ തീരുമാനമെടുക്കും? ശരിക്കൊന്ന് പ്രാർത്ഥിച്ചേ ദൈവമക്കളെ. നമ്മൾ പോയി നമ്മുടെ ഭവനത്തിൽ ഒരു വിളക്കായി, ഒരു പ്രകാശമായി, കത്തി ജ്വലിക്കുന്ന ഒരു അനുഭവമായി നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിനെ lead the fire and light to the world, നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആ തീയ് ഒന്ന് കത്തുവാൻ ഏൽപ്പിച്ചു കൊടുത്ത് അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഹല്ലേലൂയ. അങ്ങനെ പ്രകാശിക്കുവാൻ താല്പര്യമുള്ളവര് നിങ്ങളുടെ വലങ്കര ഉയർത്തിപ്പിടിച്ചാട്ട്. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിൽ ഞാൻ പ്രകാശിക്കണം. മലമേലിരിക്കുന്ന പട്ടണം പോലെ പ്രകാശിക്കണം. ഞങ്ങളിലുള്ള നല്ല പ്രവൃത്തി കണ്ട് കർത്താവ് മഹത്വപ്പെടുവാൻ തക്കണം ഞാൻ പ്രകാശിക്കണം. നല്ല പ്രവൃത്തി വരട്ടെ. ഇരുട്ടിന്റെ പ്രവൃത്തി വിട്ടുകളയട്ടെ. ഏൽപ്പിച്ചു കൊടുത്താട്ടെ. നിങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പോകുക. അവരവരുടെ കുഞ്ഞുങ്ങളെ എല്ലാവരും പേര് പറഞ്ഞാട്ട്. യേശുവിന്റെ നാമത്തില്, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തില്, ഓ ഹല്ലേലൂയ. ഇരുട്ട് മൂടിക്കിടക്കുന്നതെല്ലാം ഇന്ന് പകൽക്കാലം വിട്ടുമാറട്ടെ. ആരാധിക്കേണ്ടവർക്ക് ആരാധിച്ച് തലമുറകൾ എവിടെയായിരുന്നാലും യേശുവേ Hallelujah. Hallelujah. Ribala baraba shabala garibala andara dagala teragala daraga. Hallelujah. ഇന്ന് പകൽക്കാലം ഒരു അഭിഷേകത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുക. എഴുന്നേക്കാൻ കഴിയാതെ, പ്രകാശിക്കാൻ കഴിയാതെ അന്ധകാരം ഹല്ലേലൂയ ഭൂമിയെ കൂരിട്ട് ജാതികളെ മൂടുമ്പോൾ നിന്റെ മേലൊരു പ്രകാശം തന്നിരിക്കുക. ഹല്ലേലൂയ. ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുവാൻ
ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുവാൻ ഒരഭിഷേകം, ഭക്തന്മാർക്ക് വിടുതല്, കാരാഗ്രഹത്തിൽ ഇരിക്കുന്നവർക്ക് സ്വാതന്ത്ര്യം കൽപ്പിക്കാൻ. ഓ ഗ്ലോറി 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 ഗ്ലോറി.